മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ കരുണയും പ്രതാപനും അതുപോലെ മുത്തശ്ശിയും വാമദേവനും എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇനി കണ്ണനെയോ മഹാലക്ഷ്മിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് പ്രതാപനെയും കൊണ്ട് മാത്രമേ സാധിക്കൂ. പ്രതാപൻ മുന്നിട്ടിറങ്ങിയ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിക്കും. കണ്ണനും മഹാലക്ഷ്മിയും രണ്ടുപേരും ഒരുമിച്ച് കാറിൽ പോകുന്ന ആ സമയം നോക്കി ലോറി ഓടിച്ച് പ്രതാപൻ വന്നു കഴിഞ്ഞാൽ പ്രതാപൻ്റെ ആ ലോറിക്ക് മുമ്പിൽ തൻ്റെ നേട്ടങ്ങൾക്ക് വിലങ്ങുതടിയായി നിന്ന അളിയനെ ഇല്ലാണ്ടാക്കി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹത്തിലുണ്ടായ മകനെ 12ാമത്തെ വയസ്സ് മുതൽ ഇന്ന് വരെയും വീൽചെയറിലാക്കാനും സാധിച്ചു. അതുകൊണ്ട് പ്രതാപൻ ഒറ്റയൊരാൾ വളയം പിടിച്ചെങ്കിൽ മാത്രമേ തങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ പ്രതാപന് തന്നെ ആത്മവിശ്വാസമില്ല. മുമ്പൊരിക്കൽ അത് ശ്രമിച്ചതല്ലേ, എന്നിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, മുമ്പൊരിക്കൽ വളയം പിടിച്ചു, ശരിയാണ്, അന്ന് എൻ്റെ മകനാണ് അപകടം ഉണ്ടായത്. പക്ഷേ അന്ന് വളയം പിടിച്ചത് താനായിരുന്നില്ലല്ലോ, താൻ ഇറങ്ങിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കൂ എന്ന് പറയുമ്പോഴത്തേക്കും പ്രതാപൻ അതും കേട്ട് ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു സന്തോഷ വാർത്ത വിഷമിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്ന കരുണയെ അറിയിക്കുന്നുണ്ട്. കാരണം മോള് ഇനി സങ്കടപ്പെടിയൊന്നും വേണ്ട, ഇനി മോക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. അച്ഛൻ എന്തായാലും കാണിച്ചു വെച്ച ഈ മണ്ടത്തരത്തിന് അച്ഛനായിട്ട് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. മോളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തിയെ ഞാൻ കമലേശ്വരം തറവാട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നല്ലോ, അവൾ കാരണം എൻ്റെ മോളിനി കണ്ണീര് കുടിക്കേണ്ടി വരത്തില്ല. ആ കാണുന്ന സ്വത്തുക്കൾ മുഴുവനും മോളും മോളുടെ കുഞ്ഞുങ്ങളും മാത്രം അനുഭവിക്കും. അതിന് വേണ്ടിയിട്ട് അച്ഛൻ ആ പഴയ ലോറി ഉണ്ടല്ലോ ഒന്ന് പൊടി തട്ടി എടുക്കാൻ പോകുക മോളെ എന്ന് പറയുമ്പം മുത്തശ്ശിക്കും കരുണയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. അച്ഛൻ പറയുന്നത് സത്യമാണോ, എനിക്ക് ഇത്തവണയെങ്കിലും പ്രതീക്ഷിക്കാനൊരു വകയുണ്ടാകുമോ? പലതവണ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും അവസാനം തിരിച്ചടി കിട്ടിയത് മൊത്തം നമുക്കായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം മുത്തശ്ശിയും പറയുന്നു, എനിക്കും അങ്ങനെ ഒരു പേടിയുണ്ട് മോളെ. ഇവനാ പറയുന്നത്, ഇവനിപ്പോൾ പഴയ ആ ഒരു ചുറുചുറുക്കൊന്നുമില്ല. ആത്മാവിനെയും പ്രേതത്തെയും ഭൂതത്തെയൊക്കെ ഭയന്ന് ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാനാണല്ലോ താല്പര്യം. ഇനി ഏത് ആത്മാവല്ല ഏത് ഭൂതം വന്നാലും ഞാൻ മുന്നോട്ട് വെച്ച കാല് ഇനി പിന്നോട്ടില്ല എന്നും പറഞ്ഞ് പ്രതാപൻ ആത്മവിശ്വാസം കൊടുക്കുന്നു. ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് കരുണയാണെങ്കിൽ നേരെ മഹാലക്ഷ്മിയെ കാണാനായിട്ട് അനന്തുവിൻ്റെ ലേഖയുടെയും വീട്ടിലേക്ക് വരുന്നു. ബെല്ലടിക്കുമ്പോഴത്തേക്കും ഡോറ് വന്ന് തുറക്കുന്നത് ലേഖയാണ്. തിരിഞ്ഞു നിൽക്കുന്ന കരുണയെ കണ്ടിട്ട് ലേഖയ്ക്കാണെങ്കിൽ ആൾ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും കരുണ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ലേഖയ്ക്ക് അതിശയാകുന്നു. ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇനി മഹിയെ ഉപദ്രവിക്കാനും കാണാൻ വന്നതായിരിക്കുമോ എന്നുള്ള പേടിയിൽ പകച്ചു നിൽക്കുന്നു. നീ എന്തിനാ വന്നത്? പ്രശ്നം ഉണ്ടാക്കാനാണോ എന്ന് ലേഖ ചോദിക്കുമ്പം ഒരു പ്രശ്നത്തിനും അല്ല, എന്തായാലും എൻ്റെ ചേച്ചി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ചേച്ചിയുടെ കുഞ്ഞ് കണ്ണേട്ടനെ ചതിച്ച് വഴിവിട്ട ബന്ധത്തിലൂടെ ഉണ്ടായതാണെന്ന് തെറ്റിദ്ധരിച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത്. എൻ്റെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി. എനിക്ക് ചേച്ചി കണ്ടൊന്ന് മാപ്പ് പറയണം എന്ന് പറയുമ്പം ലേഖ പറയുന്നു, നല്ല മനസ്സോടാ നിനക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടായെങ്കിൽ വളരെ നല്ല കാര്യം. അല്ല മനസ്സിലെന്തെങ്കിലും വെച്ച് പഴയതുപോലെ എന്തെങ്കിലും കൊനഷ്ട് കാണിക്കാനാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നീ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പം മഹാലക്ഷ്മിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മിയെ കണ്ട് അല്പസ്നേഹത്തോടൊക്കെ കരുണ സംസാരിക്കുന്നത് കണ്ടിട്ട് മഹിക്കും അതുപോലെ ലേഖയ്ക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു ചതി പതിയിരിക്കുന്നു എന്നുള്ള കാര്യം അവരുടെയൊക്കെ മനസ്സിൽ നന്നായിട്ട് വരുന്നുണ്ട്. എന്തായാലും കരുണയാണെങ്കിൽ തിരിച്ച് കമലേശ്വരത്തേക്ക് വരുന്നുണ്ട്. ഉണ്ണി ആകെ തകർന്നിരിക്കുന്ന ഉണ്ണിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കരുണ തങ്ങളുടെ പ്ലാൻ തുറന്നു പറയുന്നുണ്ട്. എന്തായാലും ഇനി ഉണ്ണിയേട്ടൻ വിഷമിക്കണ്ട. 12ാമത്തെ വയസ്സ് മുതൽ ഇന്ന് വരെ മഹാലക്ഷ്മി കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ വരുന്നത് വരെ നേടിക്കൊണ്ടിരുന്ന ആ നേട്ടമൊന്നും ഇനി നഷ്ടമാകില്ല. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നമുക്ക് തന്നെ വന്നു ചേരും. ആ മഹാലക്ഷ്മിയെയും കണ്ണേട്ടനെയും തീർക്കാൻ എൻ്റെ അച്ഛൻ തന്നെ ഇറങ്ങുമെന്ന് പറയുന്ന സമയത്ത് നിൻ്റെ അച്ഛൻ ഒരിക്കൽ ആ ലോറി കൊണ്ട് കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടി പോയതല്ലേ, എന്നിട്ട് എന്തുണ്ടായി? പാവം മേഘേട്ടനാ അന്ന് പരിക്കുണ്ടായത്. അതുപോലെ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കാനായിരിക്കും പുറപ്പാട്. നിൻ്റെ അച്ഛനെ എനിക്ക് യാതൊരു വിശ്വാസമില്ലെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ ലോറി അച്ഛൻ്റെ കൈ കൊണ്ടാ വളയം പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താതെ പിന്നോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം കൊടുക്കുന്നു. എന്തായാലും ഞാൻ അധികം സന്തോഷിക്കുന്നൊന്നുമില്ല. എന്തായാലും നിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടത്തുമോ ഇല്ലയോ എന്ന് കണ്ടതിന് ശേഷം സന്തോഷിച്ചാൽ മതിയല്ലോ. പണ്ടൊരിക്കൽ നമ്മളെല്ലാവരും കൂടി മഹാലക്ഷ്മിയുടെ ചിത കത്തിച്ച് സന്തോഷം പ്രകടിപ്പിച്ചതല്ലേ, എന്നിട്ട് പിന്നുണ്ടായ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അപ്പം കരുണ പറയുന്നു, ഇത് മുമ്പത്തെ പോലെയല്ല, ഇത്തവണ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഓഫീസിലേക്ക് കണ്ണനാണെങ്കിൽ കാറിൽ കയറുന്നത് കരുണയും ഉണ്ണിയും മേലെ നിന്ന് നോക്കുന്നത് കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. മുമ്പത്തെ പോലെ നമ്മളെ അപായപ്പെടുത്താൻ എന്തൊക്കെയോ പ്ലാൻ അവരൊരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം കണ്ണന് സംശയം തോന്നി.
അത് ഡ്രൈവറിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഒന്ന് സൂക്ഷിച്ചു പോകണം, മുമ്പത്തെ പോലെ എന്തോ ഒരു കെണി ഒരുക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയെന്ന് മഹി കണ്ണേട്ടനോട് പറയുമ്പം കണ്ണനും പറയുന്നു, ഞാനും അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ എന്തായാലും കണ്ണനാണെങ്കിൽ പോകുന്ന സമയത്ത് മേലെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഉണ്ണിയും അതുപോലെ കരുണയും. എന്തായാലും ഈ ലോറി അപകടത്തിൽ ഉറപ്പായിട്ടും കണ്ണൻ ആപത്തൊന്നും സംഭവിക്കില്ല. പക്ഷേ ലോറിയുമായിട്ട് വരുന്ന പ്രതാപൻ തങ്ങളുടെ നേർക്ക് വരുന്നത് തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് കണ്ട് കണ്ണനാണെങ്കിൽ ഇനി എന്തെങ്കിലും സംശയം തോന്നുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴത്തെ ഡൗട്ട്. കാരണം പണ്ട് ഈ ലോറിയല്ലേ തങ്ങളെ, അതായത് താനും അച്ഛനും കൂടി ഓടിച്ചുകൊണ്ട് വന്ന ബുള്ളറ്റിൻ്റെ നേർക്ക് പാഞ്ഞു കയറിയതും തന്നെ 12ാമത്തെ വയസ്സ് മുതൽ വീൽ ചെയറിലാക്കാൻ കാരണക്കാരനായത് പ്രതാപനാണോ എന്നുള്ള സംശയം കണ്ണൻ്റെ മനസ്സിൽ തറപ്പിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതോടെ മറച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. അതോടെ ഉണ്ണിക്കാണ് ഇനി വലിയൊരു തിരിച്ചടി വരാൻ പോകുന്നത്. തൻ്റെ ഭാര്യ, ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യയും ഭാര്യയുടെ പിതാവും ഒക്കെ തങ്ങളെ ചതിച്ചുകൊണ്ടിരുന്ന തങ്ങളുടെ ജീവിതം ഇങ്ങനെ ആകാൻ കാരണക്കാരെ അവരാണെന്നുള്ള സത്യം ഉണ്ണിയാണ് ഇനി ഷോക്കുണ്ടാക്കാൻ പോകുന്നത്. കാത്തിരിക്കാൻ ആ ഒരു നിമിഷത്തിനായിട്ട്.